ഹായ് എവരിവൺ, നമ്മുടെ വില്ലേജസ് വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ റോസുമല എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അവിടുത്തെ മനോഹര കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ്. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് സിജോ ചേട്ടനെയും ജിത്തുവിനെയും പിക്ക് ചെയ്യണം. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നിങ്ങളുടെ സിജോ. ഞങ്ങളുടെ റോസ്മല ട്രിപ്പിൻ്റെ ഇടയിൽ ഞങ്ങൾ കണ്ട ഒരു ചെറിയ വെള്ളച്ചാട്ടം അതിമനോഹരമായിരിക്കുന്നു. ഇവിടെ എല്ലാം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ പാറയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇത് കുടിക്കുകയൊക്കെ ചെയ്യാം. നല്ല തണുത്തൊക്കെയാണ്. നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്കിതെല്ലാം കാണാം. അതാണ്ട് ജിത്ത് കുടിക്കുക വെള്ളം കുടിക്കാനും ബെസ്റ്റായിട്ടുള്ള വെള്ളമാണ്. നല്ല വെള്ളമാണ്. നല്ല ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലുള്ളവർക്കൊക്കെ പിന്നെ ഇവിടെ വരാൻ എളുപ്പമാട്ടോ. നമുക്ക് കൊല്ലം മാത്രമല്ല തിരുവനന്തപുരം, കൊല്ലം ആ ഏരിയയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ എളുപ്പമാണ്. കാര്യം ഇത്ര ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ വഴി എങ്ങനെ, എത്ര കിലോമീറ്റർ ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്? കുളത്തൂപ്പുഴയിൽ നിന്നാണെങ്കിൽ 14 കിലോമീറ്റർ ആര്യങ്കാവിൽ നിന്ന് റോസുമലയിലേക്ക് 12 കിലോമീറ്റർ ഉണ്ട്. ഈ 12 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ചപ്പാത്തുകൾ എന്ന് പറഞ്ഞാൽ ചിലവർക്കൊക്കെ മനസ്സിലാവണമെന്നില്ല. ചെറിയ ഇങ്ങനെ ഒഴിവ് പോകാൻ വേണ്ടിയിട്ട് ഒരു റോഡിന് നടുക്കൂടെ ഒരു ക്രോസിംഗ് ഇട്ടിട്ടുണ്ട്. അതെ. അതേപോലെ നമ്മൾ പോകുന്ന വഴികൾ മൊത്തം ഇപ്പോൾ ആനപ്പിണ്ടങ്ങളൊക്കെ കാണാം. മിക്കവാറും നമ്മൾ കണ്ടു, വഴിയിലൊക്കെ ഉണ്ടായിരുന്നു. അതെ, മിക്കവാറും രാത്രിയിൽ ആന ഇറങ്ങിയ ഇത് ഉണ്ടെന്ന് തോന്നുന്നു, പ്രതീതി ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ രാത്രി കാലങ്ങളിൽ അധികം ആൾക്കാർ ഇതിലേ പോകാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഡേഞ്ചർ റൂട്ടാണ്. അതേപോലെ മഴയൊക്കെ ആണെങ്കിൽ പിന്നെ ഒട്ടും നോക്കേണ്ട കാര്യമില്ല. മഴയാണെങ്കിൽ പിന്നെ മരം ഒടിഞ്ഞ് വീഴുവോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതേപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോബിനെ KSRTCയുടെ സർവീസ് ഇതിലേ കൂടെ ഉണ്ട്. ആര്യങ്കാവ് ഡിപ്പോയുടെ ഒരു KSRTC ദിവസം 2 സർവീസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ആദ്യമായിട്ട് പണിതത് എനിക്ക് തോന്നുന്നു KSRTC ബസ് പോകാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. പണിത് റെഡിയാക്കി എടുത്തത്. അല്ല, അതിന് മുന്നേ തന്നെ സർവീസ് ഉണ്ട്. ജീപ്പ് പോകുന്നുണ്ട്, ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. അവിടുത്തെ ആൾക്കാർ കൂടുതലും ആശ്രയിക്കുന്ന ഈ ടാക്സി ഇതുപോലുള്ള സംഭവങ്ങളാണ്. ട്രിപ്പ് ജീപ്പുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്. ഇത് ഈ റോഡ് ഇതുപോലൊന്നും അല്ലായിരുന്നു നേരത്തെയൊക്കെ. ഞങ്ങൾ വന്ന ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം പൊളിഞ്ഞു കിടക്കും. ഇവിടുന്ന് അവിടെ വരെ ഒരു ജീപ്പിനകത്ത് പോവുകയാണെങ്കിൽ നമ്മൾ കുലുങ്ങി ഒരു ജീപ്പിനകത്ത് ഒരു ഓഫ് റോഡ് റൈഡ് നമുക്ക് ആസ്വദിക്കാം. അതിന് പറ്റിയത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് വന്ന് കണ്ടിട്ട് പോവാം. അതെ, അതിനുള്ളൊരു സെറ്റപ്പ് എന്തായാലും ഗവൺമെന്റ് ഒരുക്കിയതിൽ നമുക്ക് മുമ്പും കുറച്ച് ഫാമിലീസ് ഇപ്പൊ പോയിട്ടുണ്ട്. അതെ, ഫാമിലീസ് ഉണ്ട്. പിന്നെ കൂടുതൽ വരുന്ന പയ്യന്മാരാണ്. ഓഫ് കോഴ്സ് അത് എല്ലായിടത്തും. പിന്നെ ബുള്ളറ്റ് പയ്യന്മാരുണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ബുള്ളറ്റ് റൈഡേഴ്സും പിന്നെ അതുപോലെ ബൈക്ക് റൈഡേഴ്സ് നമ്മുടെ പിള്ളേരാണ് കൂടുതൽ വന്ന് പോകാറുള്ളത്. കാര്യം ഇതുപോലുള്ള ഓഫ് റോഡിൽ അധികം ഫാമിലി ഒന്നും പോകാറില്ലായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അത് മാറും. അതുപോലുള്ള നല്ല റോഡും. ആക്ച്വലി ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാണ്, എന്നാലും കൂടുതൽ പ്രൊമോഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഇതിന്. പക്ഷെ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു വരികയാണെങ്കിൽ റോസുമല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. അതുപോലെ ഇതിന്റെ മേളിൽ കയറിയുന്ന നമ്മുടെ തെന്മല റിസർവോയറിന്റെ ആ ഒരു ഭംഗിയും അതുപോലെ കല്ലാറ്. അതെ, ആ വീഡിയോസ് നമുക്ക് പുറകാലെ നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ റോസുമലയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയിൽ ഇടയ്ക്ക് വെച്ച് കണ്ട വേറൊരു സംഭവമാണിത്. ഇതൊരു ചെറിയ ചപ്പാത്ത് പോലാണ്.
അപ്പോൾ ഇതിനകത്ത് വെള്ളമാണെങ്കിൽ ഇങ്ങനെ ഒഴുകി താഴേക്ക് വന്ന ഒരു അരുവിയാണ്. 2 വർഷം മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പം പിന്നെ ഈ പാറകൾ, ഈ കാണുന്ന പാറകളൊക്കെ ഇവിടെ അടുക്കിയേക്കുമായിരുന്നു കേട്ടോ. സർക്കാർ നല്ല ഇതൊക്കെ ചെയ്തു, ഇപ്പോൾ നല്ല കോൺക്രീറ്റ് ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വലിയ വണ്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാവണം, മറ്റേ ബസ് അതുപോലുള്ള വണ്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാവണം. വെറും പാറ അടുക്കി ഒരു ചതുപ്പ് പോലെ ആയിരുന്നല്ലേ, അതിന് മേളിൽ കൂടെ പാറ അടുക്കിയേക്കുമായിരുന്നു. അതിൻ്റെ മേളിൽ കൂടെ പാറ അടുക്കിയേക്കുമായിരുന്നു, അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലിലെ ടൈൽസ് ഇട്ട മുറിയിലൂടെ പോകുന്നൊരു ഫീലാണ്. അത്രയ്ക്ക് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ റോസുമല എന്ന് പറയുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ജനവാസ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരെ കയറ്റിവിടുന്നത്. അവിടെ ആൾക്കാർ താമസമുണ്ട്, പക്ഷേ വന്യജീവി സങ്കേതത്തിൻ്റെ അണ്ടറിലാണ് അവിടെ വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലായിരുന്നു. ഇതുവരെ അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾക്കാരെ കയറ്റിവിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോസുമലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ഇനി അങ്ങോട്ട് ഒരു കുറച്ച് ടാർ ചെയ്യാത്ത റോഡാണ്, എന്നാലും കുഴപ്പമില്ല, കാറൊക്കെ സുഖമായിട്ട് പോകും. നമ്മുടെ ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന പേര് വന്നതിൻ്റെ കാരണക്കാരനാണ് ദാ ഈ നിൽക്കുന്നത്. ഇതിൻ്റെ പേര് ചെങ്കുറിഞ്ഞി എന്നാണ് കേട്ടോ. ഇത് വംശനാശ ഭീഷണി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ്. ഇതിപ്പോൾ എങ്ങും കാണാനില്ല. കേരളത്തിൽ തന്നെ വളരെ ചെന്തുരുണി സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ തെമ്മലയും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലുമാണ്. അതാണ് ചെങ്കുറിഞ്ഞി വന്യജീവി സങ്കേതം എന്ന് വന്നത്. ചെങ്കുറിഞ്ഞി എന്നാണ് ഈ മരത്തിൻ്റെ പേര്. പക്ഷേ പറഞ്ഞ് ചെങ്കുറിഞ്ഞി, ചെന്തുരുണി എന്നൊക്കെയാണ് നമ്മളത് പറയുന്നത് മിക്കവാറും. നമ്മൾ ഈ കാണുന്നത് ഏല കൃഷിയാട്ടോ. ഏലം സാധാരണ ഹൈ റേഞ്ച് നമ്മുടെ ഇടുക്കി പിന്നെ അതുപോലുള്ള സ്ഥലങ്ങളിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇടുക്കി, മൂന്നാർ, പിന്നെ വയനാട് അതുപോലുള്ള ഏരിയകളിലൊക്കെയാണ് സാധാരണ ഇത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതാ നമ്മുടെ റോസുമലയിൽ സാധനമുണ്ട് കേട്ടോ. നമ്മൾ റോസുമല അടുക്കാറായിട്ടുണ്ട് കേട്ടോ. റോസുമലയുടെ ദൃശ്യഭംഗിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ ഒരു ടവറുണ്ട്, വാച്ച് ടവറുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഉണ്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇപ്പോൾ ഇവിടെ ഫുള്ള് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടിട്ടുള്ള സംഭവമാണ്. മാസ്ക് ഇടണം, കൈ കഴുകണം, കൈയൊക്കെ കഴുകിയിട്ട് അകത്തേക്ക് കയറ്റി വിടുള്ളൂ. കൈയൊക്കെ കഴുകിയതിന് ശേഷമാണ് ടിക്കറ്റൊക്കെ തന്നത്. 120 രൂപയായി. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ഒരാൾക്ക് 40 രൂപ വെച്ചിട്ടേ, 40 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ്. അപ്പോൾ നമ്മളിത് കയറാൻ പോവാണ് റോസുമലയിലേക്ക്. ഇതുപോലുള്ളൊരു കുന്നാണ് നമ്മൾ കയറി പോകേണ്ടത്. ഈ കുന്ന് കയറി മേളിൽ ചെന്നിട്ടാണ് അവിടെയാണ് വ്യൂ പോയിൻ്റ്. നമുക്ക് അവിടെ നിന്നിട്ട് കാഴ്ചകൾ കാണാം. നമ്മളിത് ഈ പടി കയറി മേളിൽ ചെല്ലുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ റോസ് മലയിലെ കാഴ്ചകൾ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിന് നടുക്ക് ഓരോ ഐലൻഡ് പോലെ ഓരോരോ റൗണ്ടായിട്ട് മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അതിനോട് ചുറ്റും വെള്ളം കയറി കിടക്കുക കേട്ടോ. എന്നാലും ഇവിടെ നല്ലൊരു കാറ്റൊക്കെയാണ്, തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക. നമ്മൾ റോസുമലയിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, മല ഇറങ്ങുകയാണ്. അപ്പോൾ പുതുമയുള്ള മറ്റു വീഡിയോകളുമായി ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, ടാറ്റ.